കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല സർവീസ്. അതായത് നമുക്കിപ്പോൾ ഒരു ഓൺലൈനൊക്കെ ചെയ്യുമ്പോൾ പാർസൽ അല്ലെങ്കിൽ കൊറിയറൊക്കെ അയക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇന്ത്യ പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴി നമുക്ക് ഒരു തുടക്കക്കാർക്ക് ഇപ്പോൾ COD ആയിട്ട് അയക്കാനായിട്ട് ഇന്ത്യ പോസ്റ്റിൻ്റെ ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷനൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് GST സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതില്ലാണ്ട് തന്നെ നമുക്കൊരു തുടക്കക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് വളരെ ഈസി ആയിട്ട് COD കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പോസ്റ്റലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സർവീസാണ് VPP എന്ന് പറഞ്ഞ സർവീസ്, വാല്യൂ പേ പോസ്റ്റ് എന്ന് പറഞ്ഞ സർവീസ് ഉപയോഗിക്കാം. അത് 5% കമ്മീഷൻ വരിക നമുക്ക്. അതായത് ഇപ്പോൾ നമ്മൾ 100 രൂപയാണ് ഇടുന്നെങ്കിൽ 100 രൂപയുടെ 5% അവർ കസ്റ്റമറെ കയ്യിൽ നിന്ന് ഇന്ത്യ പോസ്റ്റ് കളക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് COD ആയിട്ട് മണി ഓർഡർ ആയിട്ട് നമ്മൾ എമൗണ്ട് കിട്ടും. നമുക്ക് ഈ പറഞ്ഞ പോലെ ബൾക്ക് കസ്റ്റമർക്കായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. അല്ല സോറി, ചെക്കായിട്ടോ ഇതായിട്ടോ നമുക്ക് വരിക. പക്ഷേ ഇത് മണി ഓർഡർ ആയിട്ടാണ് നമുക്ക് പൈസ കിട്ടുക. 5% കമ്മീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ റേറ്റ്, അതായത് നമ്മൾ കസ്റ്റമറെ നമ്മൾ റേറ്റ് പറയുമല്ലോ. അപ്പോൾ ഈ 5% കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് COD ചാർജ് ഇന്ത്യ പോസ്റ്റ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ആ ഒരു 5% കുറച്ചിട്ട് COD എമൗണ്ട് അല്ലെങ്കിൽ VPP എമൗണ്ട് ഇട്ടിട്ട് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് എമൗണ്ട്. കസ്റ്റമർക്ക് വലിയ കാര്യമായിട്ടുള്ള ബാധ്യതകളൊന്നും വരില്ല. നമ്മളെ നിന്ന് ഒരു 5% നഷ്ടപ്പെടും. പക്ഷെ എന്നാലും തുടക്കത്തിൽ അതൊരു വലിയ കാര്യമാണ് നമുക്ക് COD കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതൊക്കെ നോക്കിയിട്ട് പിന്നീട് നമുക്ക് GST രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷനോ കിട്ടാൻ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സർവീസാണ് ഇന്ത്യ പോസ്റ്റിൻ്റെ VPP സർവീസ് എന്ന് പറയുന്നത്.